നമസ്കാരം. റഷ്യൻ എണ്ണിറക്കുമതിയെ ചുറ്റിപ്പറ്റിയുണ്ടായ അന്തർദേശീയ സമ്മർദ്ദങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളും ഇന്ത്യ നേരിട്ടത് അടുത്ത കാലത്ത് വലിയ ചർച്ചയായ വിഷയമായി. അമേരിക്കൻ ഭരണകൂടം പിഴ ഈടാക്കിയെന്ന റിപ്പോർട്ടുകൾക്കിടെ ഫെബ്രുവരി 7-ന് പ്രഖ്യാപിച്ച ഇന്ത്യ-US വ്യാപാര കരാറിനു ശേഷം പിരിച്ചെടുത്ത തുകയിൽ നിന്ന് ഒരു ഭാഗം ഇന്ത്യക്ക് തിരികെ ലഭിക്കുമെന്ന വാർത്ത പുറത്തു വരുമ്പോൾ കയ്യടികളോടെ ഇന്ത്യൻ ജനത അത് ഏറ്റെടുക്കുകയാണ്. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും ദേശീയ താൽപര്യം മുൻനിർത്തി ഉറച്ച നിലപാട് സ്വീകരിച്ച ഇന്ത്യയുടെ സമീപനം ഇതിലൂടെ വീണ്ടും ശ്രദ്ധിക്കപ്പെടും. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിടിച്ചെടുത്ത പിഴയിൽ നിന്ന് ചെറിയ പങ്കാണ് ഇന്ത്യക്ക് തിരികെ ലഭിച്ചേക്കുമെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ഇന്ത്യയും US തമ്മിലെ വ്യാപാര കരാർ പ്രഖ്യാപനമുണ്ടായ ഫെബ്രുവരി 7 മുതൽ പിരിച്ചെടുത്ത തുകയാകും റീഫണ്ട് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യം USO ഇന്ത്യയോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും വിദേശ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യക്ക് മേൽ ചുമത്തുന്ന 25% പിഴച്ചുങ്കം ഡീലിന്റെ ഭാഗമായി ട്രംപ് എടുത്തു കളഞ്ഞു. എന്നാൽ ഇന്ത്യ തുടർന്നും റഷ്യൻ എണ്ണ വാങ്ങിയാൽ ഇത് പുനഃസ്ഥാപിക്കുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 7-ന് പുലർച്ചെ 12:01 മുതൽ ഇന്ത്യയിൽ നിന്ന് US-ൽ എത്തുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് പിഴച്ചുങ്കം ഒഴിവായത്. അതിനുശേഷം വന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ പിഴച്ചുങ്കം പിരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് റീഫണ്ട് ചെയ്യുക. അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നതിനിടെ ഗൾഫ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിനു പുറമെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നായി ഇന്ത്യ ഓയിൽ കോർപ്പറേഷൻ 60 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങിയെന്നാണ് വിവരം. നൈജീരിയ, അങ്കോള, UAE എന്നിവിടങ്ങളിൽ നിന്നാണ് ഏപ്രിലിലേക്കായി എണ്ണ വാങ്ങി. ഇന്ത്യൻ ഓയിലിന് പുറമെ BPCLയിലും ഏപ്രിലേക്കുള്ള റഷ്യൻ എണ്ണയ്ക്ക് ഓർഡർ നൽകിയിട്ടില്ല എന്ന് റിപ്പോർട്ടുണ്ടായി. HPCL, മാംഗ്ലൂർ റിഫൈനറി, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവ നേരത്തെ തന്നെ റഷ്യൻ എണ്ണയോട് മുഖം തിരിച്ചിരുന്നു. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന് 49% ഓഹരി പങ്കാളിത്തമുള്ള ഇന്ത്യൻ കമ്പനിയായ നയാര എനർജിയും ഏപ്രിലേക്കുള്ള ഓർഡർ നൽകിയിട്ടില്ല എന്നാണ് വിവരം. ഇന്ത്യ കൈവിട്ടതോടെ റഷ്യയ്ക്ക് ആശ്വാസവുമായി ചൈന രംഗത്ത് വന്നിട്ടുണ്ട് എന്ന മറ്റൊരു ഭീതിജനകമായ കാര്യവും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. റഷ്യൻ എണ്ണ ഇനമായ ESPOയുടെ കയറ്റുമതി 2024 നവംബറിനു ശേഷം ആദ്യമായി 100% ചൈനയിലേക്ക് എത്തി. സൗദിയിൽ നിന്ന് കടൽ വഴി എന്നതിനേക്കാൾ 46% അധികം എണ്ണ റഷ്യയിൽ നിന്ന് കപ്പലേറി ഇപ്പോൾ ചൈനയിൽ എത്തുന്നുണ്ട്. ചൈനയ്ക്ക് റഷ്യ ബാരലിന് $7 വീതം ഡിസ്കൗണ്ടും കൊടുത്തു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. വെനസ്വേല, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ലഭ്യത കുറഞ്ഞതും ചൈന റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങാൻ വഴിയൊരുക്കി എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ എണ്ണയോട് അകലം പാലിക്കുക എന്ന നിലപാടിലേക്ക് ഇന്ത്യൻ കമ്പനികൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 1.2 കോടി ബാരൽ റഷ്യൻ എണ്ണയുമായി എത്തിയ എണ്ണ കപ്പലുകൾ ചൈനയിലേക്കാണ് വഴിതിരിഞ്ഞു പോയത്. ചൈനയിൽ നിന്ന് ഉപഭോക്താക്കളെ കിട്ടുമോ എന്ന് തിരയാനാണിതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഊർജ്ജ സുരക്ഷ ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം തന്നെയാണ്. വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യക്ക് സ്ഥിരതയാർന്നതും ചെലവ് കുറഞ്ഞതുമായ എണ്ണ വിതരണം അനിവാര്യവുമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നിലനിന്നിട്ടും രാജ്യത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് തന്ത്രപരമായ ഒരു നീക്കമായി. അതിനൊപ്പം അമേരിക്കയുമായുള്ള ബന്ധം ദൃഢമാക്കാനും വ്യാപാര സഹകരണത്തെ ശക്തിപ്പെടുത്താനും ഒരുപോലെ ശ്രമിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇത്തരം സങ്കീർണ സാഹചര്യങ്ങളിൽ നയതന്ത്ര നൈപുണ്യവും ദൃഢനിശ്ചയവും ചേർന്ന നേതൃത്വമാണ് ആവശ്യമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് രാജ്യഹിതം ആദ്യമെന്ന സന്ദേശം വ്യക്തമായി ഉയർത്തിക്കാട്ടുന്നതായിരുന്നു. ഒരു വശത്ത് താൽപര്യ സംരക്ഷണവും മറുവശത്ത് വിദേശ നയ സംരക്ഷണവും, ഈ രണ്ടിനും തുല്യത പുലർത്താനുള്ള ശ്രമം ഫലപ്രദമാകുന്നുവെന്ന സൂചനയാണ് റീഫണ്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകുന്നത്. കാത്തിരുന്ന നേട്ടം കൊയ്യുന്ന ഇന്ത്യയുടെ ഈ സമീപനം അന്തർദേശീയ വേദികളിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന പുതിയ ഇന്ത്യയുടെ പ്രതീകമാണ്. തുടക്കം എന്ന നിലയിൽ ലഭിക്കുന്നത് ചെറിയ തുകയാണെങ്കിലും ഇതുവരെ അമേരിക്ക പിരിച്ചെടുത്ത മുഴുവൻ പിഴച്ചുങ്കവും ഭാവിയിൽ ഇന്ത്യക്ക് തന്നെ തിരികെ ലഭിക്കാനുള്ള വാതിലാണ് ഇതിലൂടെ തുറന്നിരിക്കുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ പക്ഷെ ആ ബന്ധങ്ങൾ തകർക്കാതെയും മുന്നേറുന്ന നയതന്ത്ര പാതയാണ് ഇന്ന് രാജ്യത്തിന് നേട്ടമാകാൻ പോകുന്നത്. ഉറച്ച നിലപാടും ദൂരദർശിത്വവും ഒരുമിക്കുമ്പോൾ രാജ്യഹിതം സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവ വികാസങ്ങൾ മാറും. ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങളും മോദിയുടെ നേതൃത്വം പ്രകടമാക്കുന്ന ആത്മവിശ്വാസവും രാജ്യത്തെ കൂടുതൽ ശക്തമായ ആഗോള പങ്കാളിയായി ഉയർത്തുന്നു എന്നതിൽ ഇതൊക്കെ കൊണ്ട് തന്നെ സംശയമില്ല.